29 കൊല്ലം മുമ്പ് പഴുമാലിൽ കുടുംബത്തിൽ ബിജുവിനും മേരിക്കുട്ടിക്കും അവരുടെ ആദ്യത്തെ ഉണ്ണിവാവ പിറന്നു. തോംസൂട്ടി. കുടുംബത്തിലെ ന്യൂ ജനറേഷൻ യുഗത്തിലെ തന്നെ ആദ്യത്തെ കൺമണി ആയതിനാൽ അപ്പാപ്പന്മാരുടെയും കുഞ്ഞമ്മമാരുടെയും സ്നേഹവും വാത്സല്യവുമൊക്കെ മൊത്തത്തിൽ കൈക്കലാക്കി അങ്ങനെ വിലസി വാഴുന്ന തോംസൂട്ടി. പുതിയ കളിപ്പാട്ടങ്ങൾ, പുതിയ ഉടുപ്പുകൾ, അങ്ങനെ മൊത്തത്തിൽ ഒരു മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവായി നമ്മുടെ ഉണ്ണിത്തൊമ്മൻ ഭരണം നടത്തുന്ന അസുലഭ വേളയിലേക്കാണ് പടക്കോ പടക്കോ എന്നും പറഞ്ഞ് ഞങ്ങൾ 3 പിന്നാലെ ദാ വന്നത്. കീ അറൈവൽസ് നമ്മുടെ കഥാനായകന് ഇഷ്ടമായാലും ഇല്ലെങ്കിലും തന്റെ സാമ്രാജ്യം മഹാനായ തോംസൂട്ടി കൊച്ചു തിരുമനസിന് ഇളയത്തുങ്ങളുമായി പങ്കുവെക്കേണ്ടതായി വന്നു. കാര്യം കക്ഷിക്കിത്തിരി ക്ഷീണമേറ്റെങ്കിലും താഴെ വെച്ചാൽ ചെറിയ ചെറിയ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ ചെറിയ ചെറിയ പേനരിക്കും എന്നൊക്കെ പറഞ്ഞല്ലയോ തോമൻ ഞങ്ങളെ കൊണ്ട് നടന്നത്. അപ്പനും അമ്മയ്ക്കും മാത്രമായിരുന്നില്ല തോംസൂട്ടിയുടെ വിലപ്പെട്ട സഹായ സേവനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നത്. പിന്നെയോ സ്നേഹം കൂടി കൂടി വീട്ടിലൊരു ഇന്ത്യ പാകിസ്ഥാൻ കലാപഭൂമി രൂപപ്പെടുമ്പോൾ മേരിക്കുട്ടി അമ്മയുടെ കയ്യിൽ നിന്നുള്ള ചൂരലിന്റെ തലോടൽ ഒരു തരി പോലും ഞങ്ങൾക്കിട്ട് കൊള്ളാതെ മുമ്പിൽ നിന്ന് അത് മൊത്തത്തോടെ വാങ്ങിച്ച് സഹോദര സ്നേഹത്തിന്റെ മഹനീയ മാതൃക കാണിച്ചു തന്നു ഞങ്ങളുടെ പൊന്നിയേട്ടായി. നാളുകൾ ഇത്ര കഴിഞ്ഞെങ്കിലും വീട്ടിൽ വരുമ്പോ അമ്മ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചക്ക വറുത്തതും കായ വറുത്തതും ഞങ്ങളെക്കാളും കൃത്യതയോടെ തപ്പി കണ്ടുപിടിക്കുകയും മിക്സ്ചർ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ അതിലെ കടല വരെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൂടി വാങ്ങി ഭക്ഷിക്കുകയും ചെയ്യുന്ന ആ പഴയ നിഷ്കളങ്ക ബാലം തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ തൊമ്മനെന്ന് ഇടയ്ക്ക് തിരിച്ചറിയാറുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുന്ന നമ്മുടെ തോമാച്ചായനെ പിടിച്ചങ്ങ് കെട്ടിക്കുവാൻ കുടുംബത്തിലെ കാർന്നോമാരെല്ലാം കൂടി തീരുമാനിച്ചു. നമ്മുടെ തൊമ്മന് അങ്ങനെ എവിടുന്നെങ്കിലും ഒരു പെങ്കൊച്ചിനെ ഒപ്പിച്ചു കൊടുത്താൽ മതിയോ? ഒന്നുമില്ലേലും ഞങ്ങളുടെ ചേട്ടത്തിയമ്മയാവാനുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം നമ്മുടെ കഥാനായികയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ചിന്നു. വയനാടൻ ഗ്രാമീണതയും ശാലീനതയും കുലീനതയും ഒക്കെയുള്ള അല്ലടാ ദിവസട്ടാ. അതെ, നമ്മുടെ ചേച്ചിയല്ലേ, അപ്പൊ ഒരു ഇച്ചിരി ഗുമ്മൊക്കെ ഇരിക്കണമെന്ന് വിചാരിച്ചു. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, എന്നാ അത് സൂപ്പറാണ്. ഒരു മിനിറ്റ് പൊന്നി ചേച്ചി എന്ത്? എന്റെ പൊന്നടാ, എനിക്കൊന്നും അറിയാൻ പറ്റില്ല. രാവിലെ തന്നെ അവർക്ക് ഒരു സ്ലേറ്റ് മേടിച്ചു കൊടുത്തു, ഭയങ്കര ബഹളം. എന്നിട്ട് പിന്നെ സ്ലേറ്റ് ഒക്കെ മേടിച്ചു കൊടുത്ത് ആണ്ടിരിക്കുന്നത് ഏതാണ്ട് എനിക്കറിയാൻ പറ്റില്ല, ഏതാണ്ടൊക്കെ കുത്തി വരച്ചോണ്ടിരിക്കുന്നുണ്ട്. ഈ എന്നതാന്ന് ദൈവത്തിനും പൊന്നിക്കും മാത്രമല്ല. അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ തൊമ്മന്റെയും ചിന്നമ്മയുടെയും കല്യാണമാണ് വരുന്നത്. ആ ഡേറ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ ഞങ്ങളിപ്പോ വന്നത്. അടിപൊളി. ഇതെടുത്തായിരുന്നു പൊന്നി ഇത്ര നേരം അവിടെ ഇരുന്ന് പരിപാടി നടത്തിക്കൊണ്ടിരുന്നേ. ഫെബ്രുവരി 5-ാം തീയതി വൈകുന്നേരം തൊമ്മനെ ചന്തം ചേർത്ത് നമ്മുടെ പഴുമാലി വീട്ടിൽ വെച്ചു. ഫെബ്രുവരി 7-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10:30 നീർക്കാട് ലൂർദ് മാതാ ജ്ഞാനായ പള്ളിയിൽ വെച്ച് തൊമ്മന്റെയും ചിന്നമ്മയുടെയും മിനിയുണ്ട്. എല്ലാവരും എത്തിയേക്കണം.